അപ്പോൾ ഞാൻ രാവിലെ തന്നെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല കേട്ടോ. എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങൾ കാണിക്കാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലി ആൻഡമാനിൽ പോയിരുന്നു ന്യൂ ഇയർ ആഘോഷിക്കാൻ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആൻറ്റി വാങ്ങിയിട്ട് വന്നതാണ്. ആൻറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ആൻറ്റിയാണ്. നമ്മുടെ അമ്മമാരെ പോലെ തന്നെ നമ്മളെ ഭയങ്കര കെയർ ആയിട്ടും ലവ് ആയിട്ടൊക്കെ നോക്കുന്ന ആൻറ്റിയാണ്. അപ്പോൾ എനിക്ക് ടെഡീസ് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് ഇത് കണ്ടില്ല, നല്ല രസമുള്ള ഒരു ടെഡിയാണ്, ക്യാപ്പൊക്കെ ഉള്ള ഒരു ടെഡിയാണ് എനിക്ക് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൂടാണ്ട് ഇനിയും 2 ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സാരിയാണ്. ഒരു സാരി എന്ന് പറയുമ്പം നമ്മൾ ബെൽറ്റൊക്കെ കെട്ടുന്ന പോലത്തെ സാരിയാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലൗസും സാരിയും കൂടി ചേർന്ന് ബെൽറ്റ് കെട്ടും. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് ഒന്നും ശരിക്കും എൻ്റെ കയ്യിലില്ല. പിന്നെ സാരി ഞാൻ കെട്ടുന്നത് വളരെ റെയറായിട്ടാണ്. പക്ഷേ ആൻറ്റിക്ക് വേണ്ടി എന്തായാലും ഞാൻ ഈ സാരി ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിയിട്ട് ആൻറ്റീനെ കാണാൻ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സാരി മാത്രമല്ല, എനിക്കൊരു ടീഷർട്ടും കൂടി ആൻറ്റി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നാടേണും മോഡേണും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും സാരിയും ടീഷർട്ടൊക്കെ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻറ്റിക്കൊരു ബിഗ് താങ്ക് യു ആൻഡ് ഐ ലവ് യു സോ മച്ച് ആൻറ്റി. ഞാൻ പെട്ടെന്ന് തന്നെ ആൻറ്റീനെ കാണാൻ വരുന്നതായിരിക്കും. പിന്നെ കോഫി കുടിക്കാമല്ലോ എന്ന് കരുതി ഇതൊക്കെ ഞാൻ അങ്ങ് എടുത്ത് വെച്ച് കോഫി കുടിച്ചൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, കോളിയൂരാണ്. മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ വീട്ടിൻ്റെ മുൻവശമാണിത്. മൈൻഡ് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് കരുതി ഒന്ന് ഇറങ്ങിയതാണ്. ഒരു മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു നല്ല രസമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത് കാലം ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടേ ഇരിക്കും. കാരണം മറവി മനുഷ്യന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലത്തെ അവസ്ഥകളാണ് ഇനി ഈ ലൈഫിൽ അനുഭവിക്കാൻ ഒന്നും ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഞാനാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നിട്ട് എൻ്റേതായ ലൈഫിലേക്ക്, ഞാൻ പഴയ എൻ്റെ ലൈഫിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നിരുന്നതെന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം വീണ്ടും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മൈൻഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു അങ്കിള് വല പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണുമ്പം. ഈ സ്ഥലം, ഈ വെള്ളം, ഈ പച്ചപ്പ്, ഇതൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സ് തന്നെ ഇങ്ങനെ ഫ്രീ ആവും. നമ്മളെക്കാളും ഒരുപാട് അനുഭവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ ഇതൊന്നും നമ്മൾ മൈൻഡിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിച്ച് കാണിക്കുക, നമ്മൾ തോൽപ്പിച്ചവരുടെ മുൻപിൽ ജീവിച്ച് കാണിക്കുക, അത്രയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആക്ച്വലി ഇവർ ഇതിൻ്റെ നടുക്ക് നിൽക്കുമ്പം ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നീന്താനൊന്നും അറിയില്ല കേട്ടോ. ഞാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെ ഇവിടെ വന്നു, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഹാപ്പി ആയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് പായസ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പായസം കുടിക്കാൻ ഞാൻ എല്ലാവരെയും ഇനിയും ഒരു ദിവസം ക്ഷണിക്കുന്നതായിരിക്കും. നല്ലൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ പായസമൊക്കെ ഒന്ന് കുടിക്കട്ടെ. ഒരുപാട് നാൾക്ക് ശേഷമാണ് പായസമൊക്കെ കുടിക്കുന്നത്. ബൈ ബൈ.